അധ്യക്ഷ സുഹൃത്തെ, വേദിയിരിക്കുന്ന ശ്രീ വനയത്ത് ചന്ദ്രൻ, ശ്രീ പി പ്രഭാകരൻ മാസ്റ്റർ, ശ്രീ പ്രശാന്ത് ടീച്ചർ, PK സതീശൻ മാസ്റ്റർ, മണലിൽ മോഹനൻ, T രാജമാസ്റ്റർ, പ്രിയമുള്ളവരെ, ശ്രീ VK ബാലൻ മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് അതിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞത് ശ്രീ ബാലകൃഷ്ണനാണ്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിപാടി ഉറപ്പിക്കാം എന്നായിരുന്നു. കാരണം ഇതുപോലുള്ള ഒരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം അത്തരമൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ശ്രീ ബാലകൃഷ്ണൻ വിളിച്ചു. ഞാൻ ഈ പരിപാടി എന്തായാലും വന്നിരിക്കും എന്ന് പറയുകയും ചെയ്തു. പൊതുവായുള്ള സാമൂഹ്യ രാഷ്ട്രീയമായ പരസ്പര ബന്ധത്തിൻ്റെ കാര്യം മാത്രമല്ല, പണിക്കോട്ടിയിലെ ഇവിടുത്തെ ജനങ്ങളുമായും അതുപോലെ തന്നെ ഈ വായനശാലയുമായി ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് നിർബന്ധമായും പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യമായി അത്തരമൊരു കാര്യം പറയേണ്ടി വന്നത്. നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ വായനശാലയുമായി അഭേദ്യമായി ബന്ധപ്പെടുന്ന ഒരു കുട്ടിക്കാലമാണ് എനിക്കുണ്ടായിരുന്നത്. ആ കുട്ടിക്കാലം എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ അതുപോലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ അവസ്ഥയിലേക്ക് എത്താതിരുന്ന കാലത്താണ് ഞാൻ ഈ പണിക്കോട്ടി വായനശാലയുമായി ബന്ധപ്പെടുന്നത്. അന്ന് ശ്രീ ബാലകുറുപ്പായിരുന്നു ഇവിടുത്തെ ലൈബ്രറിയനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് നിരവധി പുസ്തകങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനും ആ പുസ്തകങ്ങളുടെ പഠനങ്ങളിലൂടെ പുതിയ രാഷ്ട്രീയ വെളിച്ചത്തിലേക്ക് കടക്കുവാനും ഇടയായി എന്നുള്ളതാണ് ഈ വായനശാലയുമായി എൻ്റെ ഏറ്റവും വലിയ ആത്മബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ നിശ്ചയമായും പങ്കെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകിയ ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമതായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വായനശാലയുടെ ആദ്യഘട്ടത്തിലെ പ്രവർത്തനത്തിന് വടക്കമ്പാട്ടിൻ്റെ പൂമാതൈ പൊന്നമ്മയുടെ പുസ്തകം അച്ചടിക്കുകയും ആ പുസ്തകം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുകയും ചെയ്ത അച്ഛൻ്റെ ഓർമ്മകളും ഈ ഇവിടെ വന്നു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ പണിക്കോട്ടിയിലെ ഓരോ പ്രവർത്തകരെയും ഏറ്റവും അടുത്ത് അറിയുവാനും ഇടപെടാനും വേണ്ടി കഴിഞ്ഞതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും എല്ലാം അടിത്തറ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ അവസരത്തിൽ സഖാവ് MK പണിക്കോട്ടിയെ ഓർക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും വടക്കമ്പാട്ടിൻ്റെ രംഗത്തിലായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ
രംഗത്തായാലുമെല്ലാം തീർച്ചയായും ഒരു വഴികാട്ടിയും കരുത്തുമായി നിന്നത് സഖാവ് MK പണിക്കോട്ടിയായിരുന്നു എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. VK ബാലൻ മാസ്റ്ററുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിനു മുമ്പായി അമ്മയുടെ ചില ഓർമ്മകൾ കൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ എപ്പോഴും പണ്ട് SFIയുടെ സമരകാലഘട്ടത്തിൻ്റെ ഒരു വഴിയിലൂടെയാണല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറകൾ കടന്നുപോയത്. അന്ന് സമരത്തിൽ മർദ്ദനങ്ങൾ ഏൽക്കുമ്പോഴും ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുമ്പോഴും എല്ലാം തിരിച്ചു വരുമ്പോൾ അമ്മ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ്. അത് VP കുട്ടിമാഷിനെ കുറിച്ചാണ്. അമ്മയും നമ്മുടെ കേളപ്പേട്ടൻ്റെ ഭാര്യ ശ്രീ നാരായണിയെടുത്തിയും ഒന്നിച്ച് പഠിച്ചതാണ്. ആർമി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കുട്ടിമാഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അനുഭവം അമ്മ ഓർമ്മപ്പെടുത്താറുണ്ട്. നല്ല അധ്യാപകനായിരുന്ന കുട്ടിമാഷെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് ആ പ്രായത്തിൽ അവർക്കാർക്കും തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ തങ്ങളുടെ ഒരു മികച്ച അധ്യാപകനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിലുള്ള വലിയ മനോവേദനയോടുകൂടി അന്ന് കുട്ടികൾ പൊട്ടിക്കരഞ്ഞ കാര്യം അമ്മ ഓർമ്മപ്പെടുത്താറുണ്ട്. ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ശ്രീ VK ബാലൻ മാസ്റ്ററുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാടിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ മണ്ണിൽ നിന്ന് ആ പാരമ്പര്യത്തെ ആകമാനം ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതായിരുന്നു ശ്രീ VK ബാലൻ മാസ്റ്റർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നാടിന് കുറച്ച് വിദൂരമായി നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇത്തരമൊരു വെളിച്ചം സംഭാവന ചെയ്യുന്നതിന് ശ്രീ VK ബാലൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും ഇടപെടലിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ട് വരേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ VK ബാലൻ മാസ്റ്ററുടെ ജീവിതം എന്ന് കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹം കൈവച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ളത് ഗ്രന്ഥശാലയുടെ ലോകമായിരുന്നു എന്ന് നമുക്കറിയാം. അറിവിൻ്റെ വെളിച്ചമാണ്. അറിവിലൂടെ ലോകത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ പ്രയാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന തിരിച്ചറിവ് ശ്രീ ബാലൻ മാസ്റ്ററുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗ്രന്ഥശാല സംഘത്തെയും അതിൻ്റെ ലോകത്തെയും അവസാന നിമിഷം വരെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് കാണാൻ വേണ്ടി പറ്റും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമെല്ലാം വികസിച്ചു വരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് അക്കാലത്തെ ഇടതുപക്ഷ പ്രവർത്തകരുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് അവർ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കകത്തും നമ്മൾ വായനശാലകളും ഗ്രന്ഥാലയങ്ങളും സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അറിവിൻ്റെ മഹാവെളിച്ചം നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിതറിക്കൊണ്ട് മാത്രമേ പുതിയ ഒരു കാഴ്ചപ്പാടിനെ, ഒരു ബഹുജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന ശരിയായ വീക്ഷണത്തോടു കൂടി അവരാദ്യം ആരംഭിച്ചത് വായനശാലകൾ ഈ നാട്ടിലെമ്പാടും ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമതായി അവർ ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ആശയത്തിൻ്റെ ഒരു പുതിയ ലോകം നമ്മുടെ നാട്ടിൽ തുറന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ വായനക്കൊപ്പം തന്നെ അതിൻ്റെ ദിശാബോധം നിർണ്ണയിക്കുന്ന കാഴ്ചപ്പാടും രൂപീകരിക്കുക എന്നത് പ്രധാനമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് സംസ്ഥാനത്തെ എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഒരു വലിയ ക്യാമ്പ് ഈ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് നമ്മുടെ മംഗളയിൽ വെച്ചാണ്, അത് പ്രധാനമായിട്ട് മലപ്പുറത്തെ മംഗളയിൽ വെച്ചാണ് അത് ആരംഭിച്ചത്. അങ്ങനെ പഠനത്തിൻ്റെയും വായനയുടെയും ലോകമാണ്
പുതിയ രാഷ്ട്രീയത്തിൻ്റെ കാൽവെപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടി പ്രധാനമെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടപെടുകയും ചെയ്തു. ആ പാരമ്പര്യം പിന്നീട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് ഗ്രന്ഥശാല സംഘമായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. ആ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആ രാഷ്ട്രീയത്തെയും ആ കാഴ്ചപ്പാടുകളെയും ജീവിതത്തിൻ്റെ അന്ത്യം വരെ ശ്രീ വി കെ ബാലൻ മാസ്റ്റർ മുറുകെ പിടിച്ചിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്, അതിനുള്ള ജനകീയ കൂട്ടായ്മയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ശ്രീ ബാലൻ മാസ്റ്റർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ രീതികൾ വികസിപ്പിച്ചെടുക്കുന്നതിനും താഴെ തട്ടിൽ ജനതയെ ആകമാനം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുക എന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പ്രവർത്തനങ്ങളിലുമെല്ലാം സജീവമായ സാന്നിധ്യമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. CDS ഉണ്ടായിരുന്നു. പെൻഷൻ പറ്റിക്കഴിഞ്ഞ സാഹചര്യത്തിൽ പെൻഷൻ പ്രവർത്തന രംഗത്തും അദ്ദേഹം ഇടപെട്ടിരുന്നു എന്ന് നമുക്കറിയാം. സ്പോർട്സിൻ്റെ രംഗത്ത് ഹിരാത്തിയുടെ ഓർമ്മയുടെ സ്പോർട്സിൻ്റെ മണ്ഡലത്തിനകത്തും സജീവമായി തന്നെ ഇടപെട്ടിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. അധ്യാപക പ്രസ്ഥാനത്തിലും സജീവമായി ഉണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ശാസ്ത്രബോധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റൂ എന്ന നല്ല തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശാസ്ത്രബോധത്തിൻ്റെ ജനങ്ങളിൽ എത്തിക്കുന്ന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിലും നമുക്ക് ബാലൻ മാസ്റ്ററെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ നോക്കൂ, എത്ര വൈവിധ്യമാർന്ന ഒരു ലോകമാണ് തൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം സ്വീകരിച്ചത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഗ്രന്ഥശാല സംഘത്തിൽ സജീവമായി അധ്യാപക പ്രസ്ഥാനത്തിൽ ഏറ്റവും സജീവമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന നിലയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് CDSന്റെ പ്രവർത്തനം, സ്പോർട്സിന്റെ പ്രവർത്തനം, കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനം, അങ്ങനെ രാഷ്ട്രീയം എന്നുള്ളത് എല്ലാ മേഖലയുടെയും സമുന്നയമാണ് എന്ന് തിരിച്ചറിയുകയും ആ സമുന്നയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ് വി കെ ബാലൻ മാസ്റ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് നാം കാണണം. രാഷ്ട്രീയം എല്ലാറ്റിൻ്റെയും സമുന്നയമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ നിന്നും മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധ്യമല്ല. കാരണം നമ്മുടെ മുമ്പ് കാണുന്ന ഓരോ കാര്യങ്ങളെ കാണുമ്പോഴും ഇത് എൻ്റെ കൂടി ചുമതലയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക അതിൻ്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവാണ് ബാലൻ മാസ്റ്ററുടെ വെളിച്ചമായി പ്രവർത്തിച്ചത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ബാലൻ മാസ്റ്ററുടെ ജീവിതത്തിനകത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നില്ല, കാരണം അത് നേരിട്ട് അനുഭവിച്ച ഇവിടുത്തെ ജനതയുടെ മുമ്പിൽ ഞാൻ ആ ഓരോ കാര്യങ്ങളും പറയുന്നത് അധിക പ്രസംഗമാകും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം അദ്ദേഹത്തെ നയിച്ചിരുന്ന വീക്ഷണം എന്നുള്ളത് രാഷ്ട്രീയം എല്ലാറ്റിൻ്റെയും സമുന്നയമാണ് എന്ന തിരിച്ചറിവായിരുന്നു. അതുപോലെ ഏത് മികച്ച രാഷ്ട്രീയം നമ്മൾ കൈവശപ്പെടുത്തിയാലും കൊള്ളാം, ജനകീയ കൂട്ടായ്മയിലൂടെ അത് വികസിപ്പിച്ചെടുക്കുമ്പോൾ മാത്രമേ അതൊരു സാമൂഹ്യ മുന്നേറ്റമായി മാറുകയുള്ളൂ എന്ന തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ആശയത്തിൻ്റെ അറിവിൻ്റെ വെളിച്ചമില്ലാതെ നമുക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന തിരിച്ചറിവും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല, അത് ഈ നാടിൻ്റെ മുഴുവനും വെളിച്ചമാക്കി മാറ്റാനും വേണ്ടി സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. സിദ്ധാന്തമല്ല, അതിനെ പ്രയോഗവുമായി ബന്ധിപ്പിക്കുന്നിടത്താണ് നമുക്ക് സാമൂഹ്യ മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് തൻ്റെ വായനയുടെ ലോകം, അറിവിൻ്റെ ലോകം, സംഘടനാശേഷിയുടെ ലോകം എല്ലാം ബഹുജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഒരു ചാരുകസേര വായനക്കാരനായി മാറാതെ വായിച്ചു നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ വെളിച്ചത്തെ തൻ്റെ ചുറ്റുപാടിലേക്കും പ്രവഹിക്കുന്ന തരത്തിലേക്ക് ഇടപെട്ടത് എന്നും നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെട്ടു എന്നുള്ളതാണ്. ഇവിടെ ലെനിൻ്റെ പ്രസിദ്ധമായ വാചകങ്ങൾ ഞാൻ ഓർക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ രാഷ്ട്രീയം ഇടപെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത്. നാം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും എന്ന ലെനിൻ്റെ കാഴ്ചപ്പാടുകളെ തിരിച്ചറിയുകയും അങ്ങനെ ഇടപെടുകയും ചെയ്തിട്ടുള്ള ആളുകൂടിയായിരുന്നു ശ്രീ വി കെ ബാലൻ മാസ്റ്റർ എന്ന് കാണാൻ വേണ്ടി പറ്റും. നോക്കൂ, ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാലമാണ് ഇതെന്ന് നമുക്കറിയാം. യുദ്ധമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അമേരിക്കൻ അധിനിവേശത്തിനെതിരായി ഇറാൻ നടത്തുന്ന പ്രതിരോധത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമുക്ക് അമേരിക്കയുടെ ഭാഗമോ ഇറാന്റെ ഭാഗമോ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായി നിൽക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത ഒരു നിലപാടിലേക്ക് നമുക്ക് എടുക്കാം. പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല എന്ന് നമ്മൾ പ്രസംഗിച്ച് നടന്നാലും നാം നിലപാടുകൾ എടുത്താലും ആ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ അമേരിക്കയുടെയോ ഇറാന്റെയോ ഭാഗമായി നിന്നില്ലെങ്കിലും അതിലൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും അവ ഗ്യാസ് കിട്ടാത്ത ഒന്നായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കടകളിൽ, ഹോട്ടലുകളിൽ നാം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളെല്ലാം ഒന്നൊന്നായി പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നുകൊണ്ടേയിരിക്കും. ഈ റംസാൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ ഒരു ലോകമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഈ റംസാൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പൊതുവിലുള്ള ആഘോഷങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു റംസാനായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ആ സംഭവം ഈ പറയുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. നാളെ ആ രാഷ്ട്രീയം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്നു എന്ന് നാം ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു, അറിയാനിരിക്കേണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. നാം രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ സർഗാത്മകവും ജനാധിപത്യപരവുമായി മാറ്റി തീർക്കണം എന്നുണ്ടെങ്കിൽ നാം നമ്മുടെ രാഷ്ട്രീയത്തെയും ആ തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയത്തെ ജനകീയ രാഷ്ട്രീയമായി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടുകളെ നമ്മൾ എത്ര ഭംഗിയുള്ളതാക്കി മാറ്റിയാലും, നമ്മുടെ വീടുകളിൽ എത്ര സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയാലും, പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കും ആ സൗകര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുകയല്ല, അതിനെ സർഗാത്മകമാക്കി മാറ്റുവാനുള്ള ഇടപെടലാണ് നാം നടത്തേണ്ടത് എന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ന് അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും തകർക്കാൻ വേണ്ടി ഇടപെടുകയാണ്. എന്തുകൊണ്ടാണ് അവരെങ്ങനെ ഇടപെടുന്നത്? പണ്ട് കാലത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ, സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യമായ എന്തോ ഒന്നാണ് എന്നാണ് നമ്മളെ പലരും പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക 1991 ശേഷമാണ് ലോകത്ത് എമ്പാടും ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. 1991 ശേഷമാണ് ഇറാഖിൽ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെടുന്നു. ആ രാജ്യത്തെ തന്നെ അമേരിക്ക കാൽ കീഴിലാക്കുന്നു. ലിബിയയിലെ ഗദ്ദാഫിയെ കൊലപ്പെടുത്തുന്നു. ആ നാടിനെ തങ്ങളുടെ വൈരിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവിടെ സിറിയ എന്ന് പറയുന്ന രാഷ്ട്രത്ത് എല്ലാ മതവിശ്വാസികൾക്കും ഒന്നിച്ച് ജീവിക്കാൻ സാഹചര്യം ഒരുക്കിയ അസദ് എന്ന് പറയുന്ന അസദിന്റെ ഭരണ സംവിധാനത്തെ തകർക്കപ്പെടുന്നു. ഇന്ന് ഇറാനിൽ അവർ കടന്നു കയറി അവിടുത്തെ ഭരണാധികാരികളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും.
മറ്റൊരു രാജ്യത്ത് ലാറ്റിൻ അമേരിക്കയിൽ അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും തന്നെ കടന്നുറങ്ങുന്ന മുറിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. 1991 ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഈ ലോകത്ത് അരങ്ങേറിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ആധുനിക ലോകത്ത് 1991 ശേഷം ഈ സംഭവങ്ങൾ അരങ്ങേറിയത് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ലോക രാഷ്ട്രീയ രംഗത്തിന്റെ മാറ്റങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് കാണാം. 1991 സോവിയറ്റ് യൂണിയൻ അവിടുത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും തകർക്കപ്പെടുന്നത്. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തകർക്കപ്പെട്ട ശേഷം അമേരിക്കയുടെ രാഷ്ട്രീയ ആധിപത്യം നമ്മുടെ ലോകത്ത് കടന്നു വരികയും ആ ആധിപത്യമാണ് ഈ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ലോകത്തെ നയിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഗ്യാസ് പോലും കിട്ടാത്ത സാഹചര്യം രൂപപ്പെടുന്നു വന്നത് ആ ലോക രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയായിരുന്നു എന്ന കാര്യം നാം ഓർക്കണം. 1991 മുമ്പ് ഇതേപോലെ രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം കടന്നു വന്നിരുന്നു എന്ന ചിത്രവും നാം മറക്കേണ്ട കാര്യമില്ല. 1960കളിലാണ് ഈജിപ്തിലെ അബ്ദുൽ നാസർ അവിടെ സൂയസ് കനാലിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായുള്ള നിലപാട് അബ്ദുൽ നാസർ സ്വീകരിച്ചു. അബ്ദുൽ നാസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒന്നാന്തര മതവിശ്വാസിയായിരുന്നു. അതേസമയം ലോകത്ത് സമത്വം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചയാളായിരുന്നു. അറബ് ദേശീയതയുടെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയയാളായിരുന്നു. അങ്ങനെ അബ്ദുൽ നാസർ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അബ്ദുൽ നാസറിനെ ഇന്ന് ഇറാനെ ആക്രമിക്കാൻ വന്നതുപോലെ അബ്ദുൽ നാസറിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കൻ പട വന്നു. അമേരിക്കൻ പട പുറപ്പെട്ടപ്പോൾ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ നിങ്ങൾ നേരിടേണ്ടി വരിക ഞങ്ങളുടെ പട്ടാളത്തെ ആയിരിക്കും എന്നാണ്. അങ്ങനെയാണ് അവർ മടങ്ങിപ്പോയത്. ഇത് ഈജിപ്തിന്റെ മാത്രം ഉദാഹരണമല്ല. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച യുദ്ധമാണ്. ബംഗ്ലാദേശിലെ ഭാഷാപരമായി ബംഗ്ലാദേശിലെ ജനത സംസാരിക്കുന്നത് ബംഗാളി ഭാഷയാണ്. എന്നാൽ പാകിസ്ഥാനി ജനത സംസാരിക്കുന്നത് ഉറുദുവാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രത്യേകത, ഈ രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളുമാണ്. പക്ഷേ അവിടെ ബംഗാളി ദേശീയതയ്ക്ക് മുകളിൽ ബംഗാളിലെ ഭാഷയെ രണ്ടാം കിടയാക്കി മാറ്റി ഉറുദുവിനെ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നം വന്നപ്പോൾ ബംഗ്ലാദേശിലെ ജനത അതിശക്തമായി കലാപങ്ങൾ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നു. അവിടെ അടിച്ചമർത്തപ്പെടുന്ന പ്രശ്നം വന്നപ്പോഴാണ് ലക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തുന്ന സാഹചര്യം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ 7ാം കപ്പൽപ്പട മുന്നോട്ട് വരുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായി. ആ പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഒരു പ്രഖ്യാപനം വന്നു. നിങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിങ്ങൾ കാലുകുത്തില്ല എന്നായിരുന്നു റഷ്യയുടെ പ്രഖ്യാപനം. അതിനു മുമ്പ് ഞങ്ങളുടെ പട്ടാളത്തെ ആയിരിക്കും, ഞങ്ങളുടെ നാവികസേനയായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്നാണ്. അങ്ങനെയാണ് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ന് ഇറാനിൽ വന്നതുപോലെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ലോകത്തെ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സാന്നിധ്യമാണ് ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തിയത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് ജനകീയ രാഷ്ട്രീയം വികസിക്കുമ്പോൾ മാത്രമേ, ഇടതുപക്ഷ രാഷ്ട്രീയം വികസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും നാട്ടിലെ മൂന്നാം ലോക രാജ്യങ്ങൾക്കും എല്ലാം സംരക്ഷണം സാധ്യമാവുകയുള്ളൂ എന്ന കാര്യം നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അമേരിക്കയെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്ന കാര്യവും നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ആധുനിക ലോകത്ത് ഏറ്റവും പ്രധാനമായി നമ്മുടെ വ്യവസായത്തിനും അതിന്റെ വികാസത്തിനും എല്ലാം ഉപയോഗിക്കുന്നത് പെട്രോളിയമാണ്. ആ പെട്രോളിയത്തിന്റെ സമ്പന്നമാണ് മധ്യേഷ്യൻ രാഷ്ട്രങ്ങൾ എന്ന് നമുക്കറിയാം. ആ മധ്യേഷ്യൻ രാഷ്ട്രങ്ങളിലെ പെട്രോളിയം നിക്ഷേപം കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ആധിപത്യം സ്ഥാപിച്ചതും സൈനിക കരാറുകളും ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ആ രാഷ്ട്രങ്ങളെയെല്ലാം
തങ്ങളുടെ സൈനിക കരാറിലേക്ക് അമേരിക്ക കൊണ്ടുവന്നത്. അവിടെയാണ് ഇസ്രായേലിന്റെ പ്രാധാന്യം വരുന്നത്. ഇസ്രായേലിനെ അമേരിക്ക ആയുധമണിയിക്കുന്നു. എന്നിട്ട് ഇസ്രായേലിനെ കൊണ്ട് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ മുഴുവനും ആക്രമിക്കുകയും ആക്രമണത്തിന്റെ കുന്തമുനയിൽ അവരെ നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ ആ രാഷ്ട്രങ്ങൾക്ക് എണ്ണയുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ ഈ പട്ടാളത്തെ നേരിടാനുള്ള ആയുധശേഷി അവരുടെ കയ്യിലില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അമേരിക്കയുടെ സഹായം തേടിപ്പോയി. അങ്ങനെ അമേരിക്കയുടെ സഹായം തേടിപ്പോയി. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വന്നു. സൈനിക താവളം മാത്രമല്ല, അതിന്റെ തുടർച്ചയിൽ ഈ പെട്രോളിയം നിക്ഷേപങ്ങൾ മുഴുവനും അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിനെ എതിർത്ത് നിന്ന രണ്ടുപേരിൽ ഒരാളായിരുന്നു ഇറാഖിലെ സദ്ദാം ഹുസൈൻ. അങ്ങനെ എതിർത്ത് നിന്ന രണ്ടാമത്തെ ആളായിരുന്നു ലിബിയയിലെ ഗദ്ദാഫി. അതുപോലെ സിറിയയിൽ അസദ്. ഇവർക്കെല്ലാം സംഭവിച്ചത് രണ്ടുപേർ കൊല്ലപ്പെട്ടപ്പോ അസദിന് നാട് തന്നെ വിട്ടുപോകേണ്ടി വന്നു. ഇങ്ങനെ ഇസ്രായേലിനെ ആയുധമണിയിക്കുന്നത്, അതിനെ ഒരു ഗുണ്ടാസംഘമാക്കി മധ്യേഷ്യയിൽ നിലനിർത്തുന്നത് അമേരിക്കയുടെ ഈ പെട്രോളിയം നിക്ഷേപത്തിന്റെ താല്പര്യം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. രണ്ടാമത് നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെമ്പാടും അമേരിക്കയ്ക്ക് യുദ്ധഭീഷണി ഉണ്ടാക്കേണ്ടത് പ്രധാനമാണ്. കാരണം അവരുടെ സാമ്പത്തിക രംഗം നിൽക്കുന്നത് അവരുടെ ആയുധ വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ 30 സമ്പദ്ഘടനയുടെ ഏകദേശം 25% മുകളിൽ ആയുധ വ്യാപാരത്തെ ലക്ഷ്യമാക്കിയാണ്. അപ്പൊ യുദ്ധം നടന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആയുധ വ്യാപാരം നടക്കില്ല. അഥവാ യുദ്ധ അന്തരീക്ഷം ഉണ്ടായില്ലെങ്കിൽ, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ഒരു പോരില്ല എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ആയുധമാകില്ല. അതുകൊണ്ട് ലോകത്തെമ്പാടും ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതും യുദ്ധമുണ്ടാക്കുക എന്നുള്ളതും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സമ്പദ്ഘടനയുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ്, ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അവരുണ്ടാക്കിയത് ലോക സമാധാന പ്രസ്ഥാനമായിരുന്നു. ലോകത്തെ എമ്പാടും ആക്രമണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ തങ്ങളുടെ ആധിപത്യം പിടിച്ചെടുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ ഉണ്ടാക്കിയത് ലോക സമാധാന പ്രസ്ഥാനമായിരുന്നു എന്ന് കാണേണ്ടതായിട്ടുണ്ട്. മൂന്നാം ലോക രാജ്യങ്ങളെ ആക്രമിച്ച് ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നതായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രീതി. അതാണ് ഈ ലോകത്ത് കുഴപ്പം പിടിച്ച ഈ സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ ചിരിച്ചു തള്ളുമെങ്കിലും ആ സാമ്രാജ്യത്വമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ചിരിച്ചു തള്ളുന്നവരുടെ ജീവിതത്തിലും അതിനെതിരെ ജാഗ്രത പുലർത്തുന്നവരുടെ ജീവിതത്തിലുമെല്ലാം ഈ രാഷ്ട്രീയമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യം കൂടി അറിയാം. ഈ മധ്യേഷ്യ കീഴടക്കിയ ശേഷം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും ഉക്രൈനെയും ആക്രമിച്ച് കീഴടക്കാനും ആഫ്രിക്കൻ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാനും വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. നമ്മുടെ വാഹനങ്ങളിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് പെട്രോളും ഡീസലും ഒഴിച്ചുകൊണ്ടാണ്. പണ്ട് കാലത്തല്ല, ഇപ്പോഴും നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ആ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയുടെ ഇന്ധനത്തിന്റെ വഴി കൂടിയാണ് ആ ഇലക്ട്രിക്കൽ സംവിധാനം എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഇലക്ട്രിക്കൽ സംവിധാനത്തിന്റെ ബാറ്ററി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലിഥിയം എന്ന് പറയുന്ന ലോഹം അത്യന്താപേക്ഷിതമാണ്. നാളെ പെട്രോളിന്റെ സ്ഥാനത്തേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്ന ലോഹമാണ് ലിഥിയം എന്ന് കാണേണ്ടത്. ആ ലിഥിയം നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഉക്രൈൻ. ലിഥിയം നിക്ഷേപം നല്ല നിലയുള്ള രാജ്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഉക്രൈനെ തങ്ങളുടെ കീഴിലാക്കി റഷ്യയെ ഭീഷണിപ്പെടുത്തി. ഈ റഷ്യയെ ഭീഷണിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ ലിഥിയം നിക്ഷേപം കൈവശപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഉക്രൈനുമായി അമേരിക്ക ബന്ധമുണ്ടാക്കിയതും ആ നിലയിൽ ഇടപെട്ടത്. പക്ഷെ റഷ്യ അല്പം കൂടി ബുദ്ധി കാണിച്ചു. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അവർ ആദ്യം ചെയ്തത് ഉക്രൈനിലെ ലിഥിയം നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രവശ്യയാണ് ആദ്യം റഷ്യ തങ്ങളുടെ കൈവശപ്പെടുത്തിയത് എന്നത് മറ്റൊരു ചിത്രമാണ്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രത്തിനകത്ത് വെനീസിലെയും അതുപോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും അവർ കടന്നു കയറുന്നതിനും കാരണം ഇത് തന്നെയാണ്. വെനീസിലയുടെ അമേരിക്കൻ പ്രതിരോധത്തിന്റെ അടിസ്ഥാനം എന്താണ്? വെനീസിലെ അമേരിക്കൻ പ്രതിരോധത്തിന് ലാറ്റിൻ അമേരിക്കൻ പ്രതിരോധത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ക്യൂബയുണ്ട്, അതുപോലെ തന്നെ ചെഗുവേരയുണ്ട്,
അതുപോലുള്ളവരുടെ ഓർമ്മയാണ്. ലാറ്റിൻ അമേരിക്കൻ പത്രക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് അവസരമുണ്ടായപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ പത്രപ്രവർത്തകരുടെ സമ്മേളനമായി. ആ സമ്മേളനത്തിൽ ലാറ്റിൻ അമേരിക്കൻ ജനത ഉയർത്തിപ്പിടിച്ചത് ഞങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയാണ്, ആ ജനതയുടെ പോരാട്ടത്തിന്റെ വീര്യമാണ് ഈ രണ്ട് പ്രമുഖരും എന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. അവരുടെ കമ്മ്യൂണിസ്റ്റുകാരൊന്നുമില്ല, ഇടതുപക്ഷ പ്രസ്ഥാനക്കാരാണ്. അവർ മുന്നോട്ട് വെക്കുന്നത് ആശയമാണ്. അതുകൊണ്ട് വെനീസ്വലയെ കീഴടക്കണമെങ്കിൽ ക്യൂബയെ തകർക്കുക, അതുണ്ടാക്കുന്ന ആശയങ്ങളെ തകർക്കുക, അലകൾ ഇല്ലാതാക്കുക എന്നുള്ളത് വെനീസ്വലയുടെ പ്രതിരോധത്തെ തകർക്കാൻ മർമ്മപ്രധാനമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ക്യൂബയെ തുടർച്ചയായി പ്രതിരോധത്തിന്റെ വഴിയിലേക്ക് നിർത്തുകയും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇന്ന് വംശീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അമേരിക്ക. അതിന്റെ പിന്നിലുമുള്ളത് ഈ സുഡാൻ പോലുള്ള ഈ ലിഥിയം നിക്ഷേപങ്ങൾ കൈവശമുള്ള നൈജീരിയ പോലുള്ള രാഷ്ട്രങ്ങളെ കൈവശപ്പെടുത്താനുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടുക എന്നുള്ളതാണ് ലോക ജനതയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മർമ്മപ്രധാനം എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ലോകത്ത് ഇടതുപക്ഷം ശക്തിപ്പെട്ടു നിന്നപ്പോഴാണ് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ദുർബലപ്പെട്ടപ്പോഴാണ് ലോകം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ലോകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന എല്ലാ പ്രതിരോധങ്ങളും എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. അമേരിക്കൻ അധിനിവേശത്തിനെതിരെ, ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ ലോക ജനത ഓരോ രാഷ്ട്രങ്ങളും നടത്തുന്ന പ്രതിരോധം നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ലോക സാഹചര്യത്തിൽ എന്തെന്ന് അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞാലും ചൈന എന്ന് പറയുന്ന രാഷ്ട്രം ഈ ലോകത്തില്ലായിരുന്നു എങ്കിൽ അമേരിക്കയുടെ പ്രതിരോധത്തിൽ ഇന്നും അവർ ഭയപ്പെടുന്നത് അത്തരം ഒരു രാഷ്ട്രം നിൽക്കുന്നുണ്ട് എന്നതും അവർ റഷ്യയുമായി നിൽക്കുന്ന അച്ചുതണ്ടുമാണ് ഇന്നും അമേരിക്കക്ക് വെല്ലുവിളിയായി നിൽക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഇറാന് കരുത്തായി നിൽക്കുന്നത്, അതിനെ ആകെ വാരിപ്പോവാതെ നിൽക്കുന്നതിനുള്ള സാഹചര്യം ഈ രാഷ്ട്രങ്ങൾ അതിനകത്തേക്ക് ഇടപെടുമോ എന്ന പ്രശ്നമാണ്. അവശേഷിക്കുന്ന ഇടതുപക്ഷവും ഇന്ന് ലോക ജനതക്ക് അത്താണിയായിരിക്കുന്നു എന്നതാണ് നാം ഓർക്കേണ്ടത് എന്നതാണ് പറയാനുള്ളത്. ഇന്ത്യയെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നോക്കൂ, ഇന്ത്യ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് എന്തിന്റെ മുകളിലാണ്? ആരാണ് ഇന്ത്യ രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ളത്? ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ 63 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മഹാരാഷ്ട്രയാണ്, 2 രാജസ്ഥാനാണ്, 3 ഇപ്പോഴത്തെ ആത്മാഫിയെ കൊല്ലാൻ കൊണ്ട് നടക്കുന്ന പഞ്ചാബാണ്, മറ്റൊന്ന് ഹരിയാനയാണ്, മറ്റൊന്ന് ഡൽഹിയാണ്, മറ്റൊന്ന് ഉത്തർപ്രദേശാണ്. ഈ രാഷ്ട്രങ്ങളിലാണ്, ഈ സംസ്ഥാനങ്ങളിലാണ് 63 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ നിന്നും 1 സീറ്റ് നമുക്ക് നഷ്ടമായി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ 63 സീറ്റുകൾ എങ്ങനെയാണ് BJPക്ക് നഷ്ടമായത്? ആ സീറ്റുകൾ കിട്ടിയിരുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് വരാനും അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാനുമുള്ള ഒരു ശേഷി അവർ ആർജിക്കുമായിരുന്നു. അത് നടക്കാതെ പോയത് ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം പ്രത്യേകത അവിടെയാണ് കർഷക പ്രക്ഷോഭങ്ങൾ നടന്നത് എന്നതാണ്. ആദ്യത്തെ കർഷക പ്രക്ഷോഭം വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇടതുപക്ഷ കർഷക സംഘടനകൾ ആരംഭിക്കുന്നു, അത് രാജസ്ഥാനിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വ്യാപിക്കുന്നു. ആ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയിലാണ് ഇന്ത്യ രാജ്യത്ത് കർഷക സംഘടനകളും ഇടതുപക്ഷ കർഷക സംഘടനകളും ചേർന്നുകൊണ്ട് വമ്പിച്ച കർഷക പ്രക്ഷോഭം രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആ കർഷക പ്രക്ഷോഭത്തിന്റെ മണ്ണിലാണ് 63 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടത്. ആ പ്രക്ഷോഭങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഇടതുപക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിൽക്കില്ലായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി നാം ഓർക്കേണ്ട കാര്യം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് മതനിരപേക്ഷതയാണ്. എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസവുമായി ജീവിക്കാൻ വേണ്ടി പറ്റുന്ന മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. അത് ഇന്ത്യയുടെ കരുത്താണ്. അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംഘപരിവാർ ശക്തികൾ അധികാരത്തിലേക്ക് വരുന്നത് എന്ന്
എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കി, ഉണ്ടാക്കിയിട്ട് അവിടെ രാമപ്രതിഷ്ഠയും നടത്തി. ആ രാമപ്രതിഷ്ഠയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘപരിവാർ BJP-ക്കാർ പോയി ക്ഷണിച്ചു. ഇന്ത്യയിലെ എല്ലാ ബഹുഭൂരിപക്ഷ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 100 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, രാമന്റെ ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ഒരു ജനതയുടെ വിശ്വാസത്തെ ആകമാനം തകർത്ത് അതിൻ്റെ പേരിൽ ഒരു ക്ഷേത്രമുണ്ടാക്കി അതിൽ ഞങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ച് അത് ഇന്ത്യയുടെ ദേശീയ വികാരമാണ് എന്ന് വളർത്തിയെടുക്കാനുള്ള നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഞങ്ങൾ സന്നദ്ധമല്ല എന്ന പ്രഖ്യാപനം ഇടതുപക്ഷം നടത്തി. ആ ഇടതുപക്ഷം അത് നടത്തിയതിനു ശേഷം ശക്തമായ ആശയപ്രചരണം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചു. ആ ആശയപ്രചരണം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അതിൽ അടിയേറുമായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ ബാബരി മസ്ജിദ് തകർത്ത് രാമപ്രതിഷ്ഠക്കകത്ത് ഇന്ത്യാവേദിയിലെ പാർട്ടികൾ അണിനിരന്നുവെങ്കിൽ മതനിരപേക്ഷത എന്ന മുദ്രാവാക്യം തന്നെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല, ഉയർത്താൻ പറ്റുമായിരുന്നില്ല എന്ന കാര്യം നാം ഓർക്കണം. ആ മതനിരപേക്ഷത മുദ്രാവാക്യം ഇന്ത്യ മുന്നണിക്ക് ഉറപ്പിച്ചു നിർത്തിയത് ഇടതുപക്ഷത്തിന്റെ ഇടപെടലായിരുന്നു എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇന്ത്യാവേദി രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യാവേദി രൂപീകരിക്കപ്പെട്ട ശേഷം ഇന്ത്യാവേദിയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് മധ്യപ്രദേശിൽ ഒരു വലിയ റാലി നടത്താൻ വേണ്ടി നിശ്ചയിച്ചു. പക്ഷേ DMK സനാതനം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റാലി നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് മധ്യപ്രദേശിലെ ഇന്ത്യാവേദിയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. പിന്നീട് എപ്പോഴാണ് ഇന്ത്യാവേദിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായി ചേർന്നത്? അവിടെയാണ് കേരളത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ അവർ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെടുന്ന വിഭവങ്ങൾ നൽകാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു മഹാസമരം നടത്തി. കേരളത്തിനകത്തുള്ള മന്ത്രിമാരുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, എല്ലാം ചേർന്നൊരു വലിയ സമരം നടത്തി. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യാവേദി രൂപീകരിക്കപ്പെട്ട ശേഷം ആ വേദിയിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒന്നായി നിന്നുകൊണ്ട് ഒരു മഹാപ്രകടനം ഇന്ത്യ രാജ്യത്ത് നടന്നത് എന്ന് നാം ഓർക്കണം. ഇടതുപക്ഷത്തിന്റെ ആ നിലപാടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ അത്തരം ഒരു ജനകീയ മുന്നേറ്റം സാധ്യമാവുകയില്ലായിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. BJP അഴിമതിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷ പാർട്ടികൾ സീതാറാം ജീവിച്ചിരുന്ന കാലം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ അവർ നടത്തിയ അഴിമതിയുടെ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് BJP മുന്നോട്ട് വെച്ച അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന് തുറന്നു കാണിച്ചത്. ഇതാ ആ ഭൂരിപക്ഷം ഇന്ത്യ രാജ്യത്ത് BJP-ക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ ഭൂരിപക്ഷത്തെ തടയാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾ ഓർക്കൂ, ആ ഭൂരിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ BJP-ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ വനിതാ സംവരണത്തിന്റെ മറവിൽ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെ ആകെ തകർത്ത് തങ്ങളുടെ കയ്യിലുള്ള 2-3 സംസ്ഥാനങ്ങളെ വെച്ച് ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി പറ്റുമെന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ ബില്ല് പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? പാർലമെന്റിൽ അവർക്ക് ഉദ്ദേശിച്ച അംഗങ്ങൾ ഉണ്ടായില്ല എന്നതുകൊണ്ടാണ്. അംഗങ്ങൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇടതുപക്ഷം, കർഷക സംഘടനകൾ അവർ നടത്തിയ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ നിലനിർത്തുന്നതിന് ഇടയാക്കിയത് എന്ന കാര്യം നാം ഓർക്കണം. ഈ കേരളത്തിലേക്ക് വന്നാലോ 1957 ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. 56 ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. 1957 ഒന്നാമത്തെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നത്. 1957 ഒന്നാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളം എങ്ങനെയായിരുന്നു? കേരളം ജമ്മിത്വ കേരളമായിരുന്നു. ജമ്മിമാരുടെ കയ്യിൽ കിടക്കുന്ന കേരളമായിരുന്നു ഈ കേരളം. ആ കേരളത്തെ
ഇന്ന് അതിദാരിദ്ര്യം പരിഹരിക്കുന്ന സംസ്ഥാനമാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഘട്ടമായി ദാരിദ്ര്യം തന്നെ പരിഹരിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് നമ്മൾ മാറണം. എങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള പ്രവണതകൾ നിലനിൽക്കുമ്പോഴും അതിനെ മറികടക്കാൻ വേണ്ടി കേരളത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? 1957 ഗവൺമെന്റിന്റെ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 1967 ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കുടികളുടെ അവകാശം കൊടുത്തുകൊണ്ടുള്ള നിയമനം, 1980 കർഷക തൊഴിലാളി പെൻഷൻ, മാവേലി സ്റ്റോറുകൾ, സമ്പൂർണ്ണ സാക്ഷരത, ജനകീയ ആസൂത്രണ പ്രസ്ഥാനം, ഇവയെല്ലാം നൽകിയത് ഇടതുപക്ഷമല്ലേ? നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഇന്ന് പട്ടിണിയില്ലാതെ ജനത ജീവിക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള കാരണം ഏതൊക്കെയാണ്? ഒന്ന്, കർഷകർ തൊഴിലാളി പെൻഷനുകൾ 57 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊണ്ടുവന്നത് ആരാ? 1980 ഇടതുപക്ഷം. രണ്ടാമത്, നമ്മുടെ ഈ കേരളത്തിനകത്ത് കുടുംബശ്രീയാണ് സ്ത്രീകളുടെ സംരക്ഷണ വലയം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആരാണ് കുടുംബശ്രീ ആരംഭിച്ചത്? അതും ഇടതുപക്ഷമാണ്. ആ കുടുംബശ്രീയെ തകർക്കാൻ ജനപക്ഷം ജനശ്രീ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചതിനെ സംരക്ഷിച്ചു നിർത്തി. മൂന്നാമതായി നമ്മുടെ കേരളത്തിലെ ജനതയെ സംരക്ഷിച്ചു നിർത്തുന്നത്, പട്ടിണിയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതി വന്നത് എപ്പോഴാണ്? ഇടതുപക്ഷം 1ാം UPA സർക്കാരിനെ പിന്തുണക്കുന്ന ഘട്ടത്തിൽ ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിൽ വന്നത്. നമ്മുടെ ഈ കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായമാണ് നമ്മളെ താങ്ങി നിർത്തുന്ന മറ്റൊരു മേഖല. എങ്ങനെ പൊതുവിതരണം കേരളത്തിൽ വന്നു? 1960കളിൽ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലേക്ക് കേരളം പോയി. കേരളത്തിനകത്ത് നാണ്യവിളകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. ആ നാണ്യവിളകൾ ഉത്പാദിപ്പിച്ച് വിദേശത്തു നിന്ന് ഒരുപാട് വിദേശ നാണ്യം നമ്മൾ നേടിത്തരുന്നുണ്ട്. അങ്ങനെ വിദേശ നാണ്യം നേടിത്തരുന്ന കേരളത്തിന് ഭക്ഷ്യവിഭവങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ AKG ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം നടത്തിയ അതിശക്തമായ പോരാട്ടമാണ് പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നത്. ആ പൊതുവിതരണ സമ്പ്രദായം തുടർന്ന് വന്ന മാവേലി സ്റ്റോർ എല്ലാം ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. അങ്ങനെ ക്ഷേമ പെൻഷനുകൾ, കുടുംബശ്രീ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, നമ്മുടെ പൊതുവിതരണ സമ്പ്രദായങ്ങൾ എല്ലാം ഈ നാട്ടിൽ ആരംഭിച്ച് മുന്നോട്ട് പോയത് ഇടതുപക്ഷമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ വീട്ടമ്മമാരുടെ സ്ഥിതി നമുക്കറിയാം. ഏറ്റവും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നവരാണ്, ഏറ്റവും വൈകിയാണ് ഉറങ്ങാറുള്ളത്. പക്ഷേ അവർ ഈ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ ഒരു കാലത്തും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ നിലപാട്, സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെയും പരിഗണിക്കുന്ന നിലയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഭാവി കേരളത്തെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്താണ്? അതാണ് വൈജ്ഞാനിക സമൂഹ സൃഷ്ടി എന്ന് പറയുന്നത്. എന്താണ് ഈ വൈജ്ഞാനിക സമൂഹ സൃഷ്ടി എന്ന് പറയുന്നത്? ഒരു സമൂഹത്തിൽ 1000 പേരുണ്ട് എന്ന് കരുതുക. ആ നാട്ടിലെ ആകെ ഉത്പാദനം 1000 രൂപയാണ് എന്നും കരുതുക. നമ്മൾ എത്ര വലിയ സോഷ്യലിസം കൊണ്ടുവന്നാലും ഒരാൾക്ക് 1 രൂപയെ ലഭിക്കും. അത് 5 രൂപയാക്കി മാറ്റണമെങ്കിൽ 1000 എന്നത് 5000 ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. 1000 രൂപയുടെ ഉത്പാദനം 5000 ആക്കി മാറ്റണം. അങ്ങനെ 5000 ആക്കി മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ അറിവുകളെ, വിജ്ഞാനങ്ങളെ എല്ലാം നമ്മൾ ആ രംഗത്ത് ഉപയോഗിക്കണം. നമ്മുടെ കയ്യിലുള്ള പാരമ്പര്യമായ വിജ്ഞാനങ്ങളെ പുതിയ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിനകത്ത് പഠിച്ച് അതിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഈ 2 പ്രവർത്തനങ്ങളാണ് വൈജ്ഞാനിക സമൂഹ സൃഷ്ടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയ ഗവേഷണം വേണം, ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണം. അങ്ങനെയാണ് സർവകലാശാലയും ഗവേഷണ സ്ഥാപനങ്ങളെയും വികസിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പണിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂരിൽ ഒരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ തറക്കല്ലിട്ട് വരുമ്പോഴാണല്ലോ കരിങ്കൊടിയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ദേശം? നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനമാണ് ആയുർവേദം എന്നുള്ളത്. പക്ഷേ ആയുർവേദത്തിന്റെ മരുന്നുകൾ നമുക്ക് വിജയത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് മരുന്നുകൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റുകൾ ഇന്നതാണ് കാര്യങ്ങൾ എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കയറ്റി അയച്ചാലും ഓരോ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോഴും അതിന്റെ ഗുണവും ദോഷവും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ ആയുർവേദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ,
നമുക്ക് ആയുർവേദത്തിൽ ഇന്നേ കാര്യം ചെയ്താൽ ഇന്ന് നടക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ കാരണം എന്തെന്നറിയില്ല. ഉദാഹരണമായി നമ്മളൊരു കൈ മുറിഞ്ഞപ്പോ ആ മഞ്ഞൾ വെച്ചാൽ ആ മുറി മാറുമെന്ന് നമുക്കറിയാം. പക്ഷേ മഞ്ഞളിന്റെ ഏത് ഘടകമാണ് ആ മുറിവുണക്കാൻ ഇടയാക്കുന്നത് അത് നമുക്കറിയില്ല. ഈ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ മഞ്ഞളിനകത്തുള്ള ഏത് ഘടകമാണോ ഈ മരുന്ന് ഉണക്കുന്നതിന് കാരണമായി തീരുന്നത്, ആ ഘടകത്തെ കണ്ടെത്തി അതിനെ പ്രത്യേക മരുന്നാക്കി മാറ്റി ആ നിലയിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ പ്രാചീനമായ അതിശക്തമായ അറിവിന്റെ പാരമ്പര്യത്തെ ആധുനിക തലത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുക എന്നുള്ള പ്രക്രിയക്ക് കൂടി ഈ ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ വികസിച്ചു വരുന്നുണ്ട് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ശക്തി ആർജിക്കുന്നുവോ അതിന്റെ തണലിലാണ്, അതിന്റെ കരുത്തിലാണ് ജനതയുടെ രാഷ്ട്രീയം, ജനതയുടെ ജീവിതം മെച്ചപ്പെട്ടു വരുന്നത് എന്ന് നാം കാണണം. ഇപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടാണ് പശ്ചിമ ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അവിടെ ഇടതുപക്ഷം പരാജയപ്പെട്ടതും അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നാം ഓർക്കേണ്ടത് പശ്ചിമ ബംഗാൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്നതാണ്. 1940കളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു വീണ മണ്ണാണ് ബംഗാളിൻ്റെത്. ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം നടന്നത് പണ്ടിപ്പോൾ നമ്മൾ സോമാലിയെ പറ്റി വായിക്കുന്നത് പോലെ ഇടക്കാലത്ത് സോമാലിയെ പറ്റി നമ്മൾ വായിച്ചാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു ബംഗാളിലെ ക്ഷാമം. ലക്ഷങ്ങൾ മരണപ്പെട്ടതാണ് ബംഗാൾ. ആ ബംഗാളിനെ 67 അധികാരത്തിൽ വന്ന ശേഷം ഇടതുപക്ഷം നടത്തിയ ശക്തമായ ഇടപെടൽ ബംഗാളിന്റെ കാർഷിക പരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അക്കാര്യത്തിൽ സ്വയം പര്യാപ്തത ആർജിച്ചു. മിച്ച സംസ്ഥാനമാക്കി പശ്ചിമ ബംഗാളിനെ മാറ്റി. എന്നാൽ അത് അടുത്ത ഘട്ടമായിട്ട് വ്യവസായ വികസനം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടുത്തെ ജനതയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് നമ്മൾ നിരീക്ഷിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിന്റെ പേരിൽ നടന്ന സംഘർഷങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കൊടിയ ദാരിദ്ര്യത്തിൽ കിടന്ന പശ്ചിമ ബംഗാളിനെ ഭക്ഷ്യസ്വയംപര്യാപ്തതയിലേക്ക് നയിച്ചത് അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഗാന്ധിജി നിലനിന്നത് ബംഗാളിൽ നവഖാലിയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ സംഘർഷം നടന്ന മണ്ണായിരുന്നു നവഖാലി. ആ വർഗീയ സംഘർഷം നടന്ന നവഖാലി ഇന്ന് അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ വരവോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സംസ്ഥാനമായി അത് മാറി. ഗുജറാത്തിലെ വംശീയ കലാപം ഉണ്ടായപ്പോ അവിടുത്തെ ജനതയെ സ്വീകരിക്കാൻ പറ്റാവുന്നിടത്തേക്ക് അത് മാറി. ഇടതുപക്ഷം ദുർബലപ്പെട്ടപ്പോ ആ സംസ്ഥാനം ഇന്ന് ഏറ്റവും വലിയ വർഗീയ സംഘർഷത്തിന്റെ ഇടമായി മാറിയിരിക്കുകയാണ്. എവിടെയാണ് ഇടതുപക്ഷം ശക്തിപ്പെടുന്നത്? എവിടെയാണ് ജനകീയമായ രാഷ്ട്രീയത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്? അവിടെയാണ് ജനങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സുരക്ഷയും സാധ്യമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രീയം ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിന് ഏറ്റവും ജനകീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഇടപെടലിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുള്ളത് ലോകത്ത് ഇടതുപക്ഷത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആശയങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയാനും ലോക അനുഭവങ്ങൾ, ഇന്ത്യയിലെ അനുഭവങ്ങൾ, നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. ഇത് ജീവിതത്തിൽ തിരിച്ചറിയുകയും തന്റെ ജീവിതം മുഴുവനും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുകയും ചെയ്ത ആ മാറ്റിവെക്കലിന്റെ ഭാഗമായി ആ വെളിച്ചം ഈ നാട്ടിലാകമാനം എത്തിക്കാനും വേണ്ടി ശ്രമിച്ചതായിരുന്നു ശ്രീ വി കെ ബാലൻ മാസ്റ്ററുടെ ജീവിതം എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ രാഷ്ട്രീയം എല്ലാ അടരുകളിലേക്കും സന്നിഹിച്ചാൽ മാത്രമേ ഈ രാഷ്ട്രീയം വികസിക്കണമെങ്കിൽ എല്ലാ രംഗങ്ങളിലും അതിന്റെ അടരുകൾ കടന്നു ചെല്ലേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ബഹുമുഖമായ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയത് എന്ന് കാണാൻ വേണ്ടി പറ്റും. നമുക്കും നമ്മുടെ നാടിനും എനിക്കും ഉൾപ്പെടെ എല്ലാം വലിയ വെളിച്ചം സംഭാവന ചെയ്ത ആ മഹാപ്രതിഭയുടെ, ആ ജീവിതം സമൂഹത്തിനായി സമർപ്പിച്ച ആ മഹാപ്രതിഭയുടെ മുമ്പിൽ
ഒരുപടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ.